സല്യൂട്ട് സുഹൃത്തുക്കളെ, 2004 ഓഗസ്റ്റ് മാസമായപ്പോഴേക്കും കേരളത്തെ ആകെ ഞെട്ടിച്ച ഒരു ദാരുണ സംഭവം കോട്ടയം ജില്ലയിലുണ്ടായി. കിളിരൂർ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ വെറും 15 വയസ്സായ ഒരു പെൺകുട്ടി ഗർഭിണിയാണ് എന്ന് മനസ്സിലാവുകയും അതിന് പ്രസവ ശുശ്രൂഷയ്ക്കായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജ് അഡ്മിറ്റ് ചെയ്യുകയും ചെയ്ത സംഭവമാണ്. ഈ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ ഇതൊരു വലിയ വിവാദമാകും എന്ന് പോലീസിന് അറിയായിരുന്നു. കാരണം ഒന്നാമത് കുട്ടി മൈനറാണ്. പിന്നെ കുട്ടിയുടെ അച്ഛനമ്മമാർ പറഞ്ഞത് ഈ കുട്ടിയെ പല ആൾക്കാർ ചേർന്ന് പീഡിപ്പിച്ചിട്ടുണ്ട് എന്നായിരുന്നു. അതിമനോഹരിയാണ് ഈ കുട്ടി, നല്ല സുന്ദരി ഒരു പെൺകുട്ടിയാണ്. ഈ കുട്ടിക്ക് ഭംഗി കാരണം സ്കൂളിൽ നിന്ന് തന്നെ പല പരിപാടികൾക്കും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഫാഷൻ ഷോ, ഡാൻസ്, അതുപോലെയുള്ള പല പുറത്തുള്ള പരിപാടികളിലും ഈ കുട്ടിയെ സ്കൂളിൽ നിന്ന് പങ്കെടുപ്പിച്ചിരുന്നു. അങ്ങനെ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ഫാഷൻ ഷോയിൽ മത്സരിച്ച് സമ്മാനം ലഭിക്കുകയും പടം പത്രത്തിൽ വന്നു. ഈ കഴുകന്മാരുടെ കണ്ണുകൾ ഇങ്ങനെ എപ്പോഴും നോക്കി നിൽപ്പുണ്ടല്ലോ സുന്ദരികളായിട്ടുള്ള കുട്ടികളെ ഇങ്ങനെ റാഞ്ചി പിടിക്കാനായിട്ട്. ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള ഒരു സ്ത്രീ, അവർ ലതാ നായർ എന്നായിരുന്നു പേര്. കാണാനൊക്കെ ഏകദേശം ചന്തമുള്ള ഒരു സ്ത്രീയാണ്. നല്ല ഉരുണ്ട് തടിച്ച് എന്ന വെളുത്ത നിറവും പൂച്ചക്കണ്ണും ഒക്കെ ആയിട്ടുള്ളൊരു സ്ത്രീയായിരുന്നു. ഈ സ്ത്രീ ഈ കുട്ടി ആരാണ് എന്ന് അന്വേഷിച്ച് നടന്ന് അവസാനം കുട്ടിയുടെ അമ്മയുടെ ചേച്ചിയായ ഓമന എന്ന് പറയുന്ന സ്ത്രീയുമായി സൗഹൃദം സ്ഥാപിച്ചെടുത്തു. അതിനോടകം ഈ പെൺകുട്ടി 10ാം ക്ലാസ്സിൽ പഠിക്കാൻ തുടങ്ങിയിരുന്നു. പല തരത്തിലുള്ള പരിപാടികളും ഇതുപോലെ കൊണ്ടുപോയി സ്കൂളിൽ നിന്നും മറ്റ് സംഘടനകളുമൊക്കെ കൊണ്ടുപോയി ഈ കുട്ടിക്ക് നല്ല പ്രശസ്തി കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ലതാ നായർ ഓമനയോട് പറഞ്ഞു, ഈ കുട്ടിയെ സിനിമയിലും സീരിയലുകളും ഒക്കെ അഭിനയിപ്പിക്കാം. ഒരുപാട് സീരിയൽ നടിമാരുടെയും സിനിമാ നടിമാരുടെയും ഒക്കെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, ഇവരെയൊക്കെ സിനിമയിലും സീരിയലിലും അഭിനയിപ്പിക്കാൻ മുൻകൈ എടുത്ത ഞാനാണ്. എനിക്ക് വളരെയധികം ഡയറക്ടർമാരെയും പ്രൊഡ്യൂസർമാരെയും അതുപോലെ സിനിമാ മേഖലയിലുള്ള നടീനടന്മാരെയും ഒക്കെ അറിയാം എന്ന് പറഞ്ഞ് ഫോണിലൂടെ അവരെയൊക്കെ ഇങ്ങനെ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് പോലെ അഭിനയിച്ച് പല വലിയ വലിയ പേരുകൾ ഇടുമ്പോഴേക്കും എല്ലാവരും വിശ്വസിക്കുമല്ലോ. അങ്ങനെ ഓമനയും വിശ്വസിച്ചു എന്നാണ് തോന്നുന്നത്. എന്തായാലും ഓമനയുമായിട്ട് ചേർന്ന് ലതാ നായർ ശാരിയുടെ വീട് കണ്ടുപിടിച്ച് അവിടെ പോയി ശാരിയുടെ അച്ഛനമ്മമാരോട് സംസാരിക്കുകയും ശാരിക്ക് ഇത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. കാരണം സിനിമാ മേഖല, സീരിയൽ അഭിനയിക്കുക, നല്ല കാശ് കിട്ടും, പ്രശസ്തി കിട്ടും എന്നൊക്കെ പറയുമ്പോൾ ചെറിയ പ്രായത്തിലാകുമ്പോൾ എല്ലാ പെൺകുട്ടികൾക്കും നൃത്തമൊക്കെ അറിയാവുന്ന, സാമാന്യം കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികൾക്കൊക്കെ ഒരാഗ്രഹം വരുമല്ലോ, എനിക്ക് സിനിമാ നടിയാകണം എന്നുള്ളത്. അപ്പം അങ്ങനെ ഈ കുട്ടിക്കും അത് ആഗ്രഹമായി. അതിൻ്റെ അച്ഛനമ്മമാർ വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും പറഞ്ഞു, ശരി എന്നാൽ നോക്ക്, കാരണം പഠിക്കാൻ അത്ര മിടിക്കൊന്നുമല്ല, ഒരു ആവറേജാണ്, അതുകൊണ്ട് മോൾക്ക് അതാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ചെയ്തോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ വല്യമ്മ ഓമനയെ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ വല്യമ്മ ഈ കുട്ടിയെയും ലതാ നായരുമായിട്ട് പല സ്ഥലങ്ങളിലേക്ക് പോയി. ആദ്യം ഇവർ പോയത് കുമിളിയിലെ ഒരു സ്ഥലത്തായിരുന്നു. ഷൂട്ടിംഗ് ലൊക്കേഷൻ കാണിക്കാം, അല്ലെങ്കിൽ ക്യാമറാമാൻ വരും, കുട്ടിയുടെ ഫോട്ടോഷൂട്ട് എടുക്കണം, അതിൻ്റെ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് പഠിപ്പിച്ചു തരും, സിനിമയിലെ ഒരു ട്രെയിനിങ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പല സ്ഥലത്തായിട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും ഓമന കൂടെ ഉണ്ടല്ലോ എന്നുള്ള വിശ്വാസത്തിലാണ് ഈ കുട്ടിയെ വിശ്വസിച്ച് ഇവരുടെ കൂടെ അയച്ചത് അച്ഛനമ്മമാർ. അങ്ങനെ ഈ കുട്ടി പോയി കുമളിയിൽ പല ഷൂട്ടിംഗ് ലൊക്കേഷനും കാണിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ഒരു 3-4 പുരുഷന്മാർ, ഇയാൾ ക്യാമറാമാനാണ്, ഇയാൾ ഫിലിം പ്രൊഡക്ഷൻ അസിസ്റ്റൻ്റാണ്, ഇയാൾ അതിൻ്റെ ഡാൻസ് ഡയറക്ടറാണ് എന്നൊക്കെ പറഞ്ഞ് പലരെയും പരിചയപ്പെടുത്തുകയും അവിടെ നിന്ന് പഴനി ഒരു സ്ഥലത്ത് പോവുക, പിന്നെ അവിടെ നിന്ന് വേറൊരു ഗുരുവായൂർ ഒരു ലോഡ്ജിൽ കൊണ്ടുപോയി, പിന്നെ അവിടെ നിന്ന് ആലപ്പുഴയെ കൊണ്ടുപോയി, അങ്ങനെ പല സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഈ കുട്ടിയെ ഇവർ പീഡിപ്പിച്ചു. അപ്പോൾ ആദ്യത്തെ 2-3 ദിവസങ്ങൾ കുഴപ്പമൊന്നുമില്ലാതെ പോയി. അതിനെ ഇങ്ങനെ ഒരു വിശ്വസിപ്പിക്കുന്ന രീതിയിലുള്ള ലൊക്കേഷനിൽ കൊണ്ടുപോകുന്നു. ഇവിടെ വെച്ചായിരിക്കും നമ്മുടെ ആദ്യത്തെ പാട്ട് സീൻ ഷൂട്ട് ചെയ്യുന്നത്. നിൻ്റെ ഒരു സോളോ സോങ് ഉണ്ട് ഇവിടെ, ഇതാണ് അതിൻ്റെ വരികൾ, 1-2 ഡയലോഗൊക്കെ എഴുതിയിട്ട് ഇത് പറയൂ എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെയൊക്കെ ചെയ്ത് ആദ്യം ഈ കുട്ടിയുടെ വിശ്വാസം പിടിച്ചു പറ്റി. അപ്പോൾ ആ കുട്ടി ഉപദ്രവിച്ചൊന്നുമില്ല. പക്ഷേ ഒരു ദിവസം ഈ കുട്ടിക്ക് പെപ്സിക്കകത്ത് മദ്യം ചേർത്ത് കൊടുത്തു. അപ്പോൾ ആദ്യത്തെ 2-3 കവിള് കുടിച്ചപ്പോൾ തന്നെ ഈ കുട്ടി പറഞ്ഞു, എനിക്കിത് വേണ്ട, വല്ലാത്ത ദുസ്വാദമുണ്ട്, ഇതിനകത്ത് വേറെ എന്തോ കാര്യമുണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞപ്പോൾ ഓമന വല്യമ്മ നിർബന്ധിച്ച് പറഞ്ഞാലും മോനെ കുടിക്കുക, ഇത് നല്ലതാണ്, നമുക്ക് നല്ല ലക്ക് കെട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റും, സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാ സിനിമാ നടിമാരും ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടിയെ കൊണ്ട് നിർബന്ധിച്ച് കുടിപ്പിച്ചു. അപ്പോൾ ഒരു മയക്കം ആയ ഒരു സ്റ്റേജിലാണ് അതിനെ ആദ്യമായിട്ട് ഒരാൾ അതിനെ പീഡിപ്പിക്കുന്നത്. ആ പീഡനത്തിന് ശേഷം പിറ്റേ ദിവസം ആ കുട്ടി വളരെ വിഷമിച്ച് കരഞ്ഞുകൊണ്ട് എണീറ്റ് ദേഹം മുഴുവൻ വേദനയായിട്ട്
കരഞ്ഞു പറഞ്ഞപ്പോൾ ലതാ നായരും ഓമന എന്ന് പറഞ്ഞ വല്യമ്മയും ചേർന്ന് ആ കുട്ടിയെ സമാധാനിപ്പിച്ചു. ഇത് വളരെ സാധാരണമാണ്, 15-16 വയസ്സിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ മാത്രമേ വലിയ വലിയ സിനിമാ നടിയാവാൻ പറ്റുള്ളൂ. എല്ലാവരും ഈ പ്രോസസ്സിൽ കൂടെ കടന്നു പോയിട്ടാണ് സിനിമാ നടിയാവുന്നത്. ഇതുപോലെയുള്ള എല്ലാവരുടെയും കൂടെ നമുക്ക് ഇത് ചെയ്യേണ്ടി വരും. ഇതൊക്കെ വളരെ ചെറിയ കാര്യമല്ലേ, നമ്മുടെ ശരീരം എന്ന് പറയുന്ന ഒന്നുമല്ലല്ലോ. പക്ഷേ പകരം കിട്ടാൻ പോകുന്നത് വലിയ വലിയ കാര്യങ്ങളല്ലേ. എന്തുമാത്രം പ്രശസ്തി, എന്തുമാത്രം പണം, എത്ര ആളുകൾ നിനക്ക് വേണ്ടി ക്യൂ നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഈ കുട്ടിയെ ബ്രെയിൻ വാഷ് ചെയ്തു. അങ്ങനെ ഈ കുട്ടി അതൊക്കെ ശരിയായിരിക്കാമെന്ന് വിചാരിച്ച് ഇവരുമായിട്ട് സഹകരിച്ചു, ശരിക്കും നടക്കട്ടെ എന്ന് വിചാരിച്ച്. പക്ഷേ ഇത് ഈ കുഞ്ഞിനെ മുതലെടുക്കുകയായിരുന്നു. ഇവർ ഈ ശരിക്കും ഈ കൊണ്ടുവന്നിരുന്ന ആൾക്കാരെന്ന് പറയുന്നത് വെറും താഴോട്ടുള്ള KSRTC ഡ്രൈവർമാർ, കണ്ടക്ടർമാർ, അതുപോലെ ഒരു KCBയിൽ ജോലി ചെയ്യുന്ന ഒരാൾ, ഒരു ഗസ്റ്റ് ഹൗസിൻ്റെ ഒരു കീപ്പർ, അങ്ങനെയൊക്കെ പറയുന്ന ഗാർഡ് എന്നൊക്കെ പറയുന്ന താഴോട്ടുള്ള വളരെ ചെറിയ ലെവലിലുള്ള ആൾക്കാരെയാണ് സിനിമയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞ് കുട്ടിയെ പരിചയപ്പെടുത്തിയത്. അതിൽ 4 പേര് പ്രവീൺ, മനോജ്, കൊച്ചുമോൻ, പ്രശാന്ത് എന്നീ പറയുന്ന 4 പേരുമാണ് മാറി മാറി ഈ കുട്ടിയെ കൂടുതൽ പീഡിപ്പിച്ചത്. സോമൻ എന്ന് പറയുന്ന കുറച്ചും കൂടെ സീനിയർ ആയിട്ടുള്ള ഒരാൾ ഒരു സ്ഥലത്ത് വെച്ച് ഈ കുട്ടിയെ ദുരുപയോഗം ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഈ 3 സ്ഥലങ്ങളിൽ വെച്ചും ഈ കുട്ടിയെ ഉപദ്രവിക്കാനായിട്ട് കൂട്ടുനിന്നത് ലതാ നായരും ഓമനയും തന്നെയായിരുന്നു. തീർച്ചയായിട്ടും അവർക്ക് അതിൽ നിന്നുള്ള കാശ് കിട്ടിയിട്ടുണ്ടാവും. അതിനുശേഷം ഈ കുട്ടിയെയും കൊണ്ടൊരു പര്യടനം പോലെ അങ്ങ് പോയി. പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കുട്ടിയെ പലരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടൊരു ശ്രമമൊക്കെ നടത്തി. ചിലപ്പോൾ സിനിമ ചാൻസ് കിട്ടിയാലോ എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടിയായിരിക്കും ആലപ്പുഴയിൽ ഒരു റിസോർട്ടിൽ കൊണ്ടുപോയിട്ട് ഏഷ്യാനെറ്റിൻ്റെ ചീഫായിരുന്ന ഒരു ആളെ പരിചയപ്പെടുത്തുകയും ആ റിസോർട്ട് ഉടമസ്ഥനെ പരിചയപ്പെടുത്തുകയും ചെയ്തു. ഇവർക്ക് രണ്ടുപേരും ആ കുട്ടിയിൽ വലിയ താല്പര്യം തോന്നിയില്ല എന്ന് തോന്നുന്നു. അവർ വലുതായിട്ട് എൻ്റർടൈൻ ചെയ്തില്ല. പക്ഷേ അവർക്ക് തീർച്ചയായിട്ടും ലതാ നായരെ അറിയായിരുന്നു. കാരണം ലതാ നായർ അവരുമായിട്ട് സംസാരിക്കുന്ന രീതി കണ്ടപ്പോൾ ഈ കുട്ടി തന്നെ വിശ്വസിച്ച് പോയി ഇവരുമായിട്ട് നല്ല പരിചയമുണ്ട് എന്ന്. പിന്നീട് വലിയ പ്രശസ്തരാണ് എന്ന് പറഞ്ഞ്, അതായത് ശ്രീകുമാരൻ തമ്പി അദ്ദേഹമാണ് എന്ന് പറഞ്ഞ ഒരാളെ പരിചയപ്പെടുത്തി. അത് പക്ഷേ ശരിക്കും ശ്രീകുമാരൻ തമ്പി അദ്ദേഹം ആയിരുന്നില്ല. 2-3 വലിയ ഡയറക്ടർമാരുടെ പേര് പറഞ്ഞിട്ട് വേറെ ആൾക്കാരെ പരിചയപ്പെടുത്തി കൊടുത്തു. ആ സമയത്തേക്ക് കുട്ടി അങ്ങ് സിക്കായി. അത് ഭയങ്കരമായിട്ട് വീക്കായി, ഛർദ്ദിക്കാൻ തുടങ്ങി, അതിന് മാസമുറ നിന്നു. അപ്പോൾ ലതാ നായർ ഈ കുട്ടിക്ക് ഒരു ഫോൺ വാങ്ങിക്കൊടുത്തിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഈ ഫോണിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോൾ നീ വരണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ മാസങ്ങളോളം നീണ്ടു നിന്ന പീഡനത്തിന് ശേഷം ഓഗസ്റ്റ് മാസം ഈ കുട്ടി പൂർണ്ണ ഗർഭിണിയാവുന്നത് വരെ നീ ഇത് ആരോടും പറയണ്ട, നമുക്കിതെങ്ങനെയെങ്കിലും ഒളിച്ചു വെച്ച് ശരിയാക്കാമെന്ന് പറഞ്ഞ് കുട്ടിയെ കൊണ്ട് വയറൊക്കെ നല്ല കട്ടിയായിട്ട് ഷോൾ വെച്ച് കെട്ടി വെപ്പിച്ചിട്ട് നല്ല ലൂസായിട്ട് ഡ്രസ്സൊക്കെ ഇടിച്ച് നടക്കുമായിരുന്നു. അത് പേടിച്ചിട്ട് വീട്ടിൽ അച്ഛനും അമ്മയോടും പറഞ്ഞില്ല. അത് സുഖമില്ല എന്നുള്ള മട്ടി പറഞ്ഞു. അവർ വിളിക്കുമ്പോൾ പോവും. ഇവരിടയ്ക്കിടയ്ക്ക് ഓരോ കഷായമോ എന്തൊക്കെയോ വാങ്ങിച്ചു കൊടുക്കും, അതൊക്കെ കുടിക്കും. കുട്ടിയുടെ ഗർഭം എന്തായാലും അലസിപ്പോയില്ല. കുട്ടി വളരെ ആരോഗ്യവതിയായിട്ട് ഗർഭിണിയായിട്ട്, ആ പ്രായം അതാണല്ലോ. അവസാനം അതിൻ്റെ പ്രസവ വേദന എടുത്ത് പെടയുമ്പോൾ 2-3 ദിവസം മുമ്പ് അതിന് അടുത്ത വീട്ടിലെങ്ങാണ്ട് പോയപ്പോൾ ഒരു പട്ടി കടിച്ചായിരുന്നു. അപ്പോൾ പട്ടി കടിച്ചതിൻ്റെ കുഴപ്പമായിരിക്കും എന്ന് വെച്ച് വെപ്രാളം പിടിച്ച് അടുത്ത പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോയപ്പം അവർ പറഞ്ഞു, ഇത് പട്ടി കടിച്ചതല്ല, പ്രസവ വേദനയാണെന്ന് തോന്നുന്നു, വേഗം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകും എന്ന് പറഞ്ഞ് അവർ വിട്ടപ്പോൾ അച്ഛൻ്റെ നെഞ്ചങ്ങ് തകർന്നു പോയി. ആ കുട്ടിയുമായിട്ട് വീട്ടിൽ വന്ന് അയാൾ സാധനങ്ങളെല്ലാം വെപ്രാളം പിടിച്ച് പാക്ക് ചെയ്ത കുട്ടിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അതൊന്നും പറയുന്നില്ല. അത് കരച്ചിൽ. അവസാനം ഓട്ടോറിക്ഷ കയറ്റി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടെ അഡ്മിറ്റ് ചെയ്തു. അവിടെ ചെന്ന് അത് അപ്പം തൊട്ട് അതിന് പെയിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പെയിൻ. അപ്പോൾ അവിടെ ഓഗസ്റ്റ് 13-ാം തീയതി ആണെന്ന് തോന്നി കുട്ടി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. സാധാരണ പ്രസവ വാർഡിൽ കിടന്ന് അലറി വിളിച്ച് കരഞ്ഞ്, പ്രസവത്തിന് ശേഷവും കിടന്ന് കരഞ്ഞ് വെള്ളം വെച്ചിട്ട് അവിടെയുള്ള ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ കുറച്ച് ക്രൂരമായിട്ട് ഈ കുട്ടിയോട് പെരുമാറി എന്നാണ് കുട്ടിയുടെ അച്ഛനും അമ്മയും പിന്നീട് എന്നോട് പറഞ്ഞത്. അതായത് സുഖിച്ച് കിടന്നു കൊടുക്കുമ്പോൾ ഓർക്കണമായിരുന്നു ഇതുപോലെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമെന്ന്. വേദന സഹിച്ചോ, കുറച്ചൊക്കെ വേദനയാവും, പ്രസവ വേദന എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നൊക്കെ ഒരു നേഴ്സ് വളരെ ക്രൂരമായിട്ട് കുട്ടിയോട് സംസാരിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ ഈ കുട്ടിക്ക് വേദനയുടെ ശരിക്കുള്ള കാരണം ഇവർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഗൈനക്കോളജി ഡോക്ടർക്ക് ആ ഗർഭപാത്രവുമായിട്ട് ബന്ധപ്പെട്ട, പ്രസവവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ എന്ന് നോക്കാനേ പറ്റുള്ളൂ. അവർ വേറെ എങ്ങോട്ടും റെഫർ ചെയ്തില്ല. അവസാനം കുട്ടിക്കൊരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് കൊച്ചുമായിട്ട് 4-ാമത്തെ ദിവസം വിട്ടു. കുട്ടി തിരിച്ചു വരുന്ന വഴിക്ക് അതിന് ബോധക്ഷയം പോലെ സംഭവിച്ച് അവസാനം അവർ കൊണ്ടുപോയി അതിനെ ഒരു കാരിത്താസ് ആശുപത്രിയിൽ അപ്പം തന്നെ പോകുന്ന വഴി തന്നെ അഡ്മിറ്റ് ചെയ്ത് കാണിച്ചു. അവിടുന്ന് പരിശോധിച്ചിട്ട് പറഞ്ഞു ഇതിനെന്തോ ഭയങ്കര സെപ്റ്റിസീമിയ അടിച്ചിട്ടുണ്ട്, അതിൻ്റെ ബ്ലഡിൽ മുഴുവനും ഇങ്ങനെ സെപ്റ്റിക് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തോ ഇവിടുന്ന് ലീക്ക് ചെയ്ത് ഇങ്ങനെ ഫ്ലൂയിഡ് ബ്ലഡിൽ കയറുന്നുണ്ട്. അതുകൊണ്ട് വേഗം അതിനെ കൊണ്ടുപോയി അമൃതയിലോ വല്ലതും കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് ഓപ്പറേഷൻ ചെയ്യണം, അതിൻ്റെ കുടലിന് എന്തോ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു.
അപ്പോൾ ഇവർ അമൃതയിലോട്ട് കൊണ്ടുപോകാനായിട്ട് പോയപ്പോഴേക്കും ആംബുലൻസിൽ വെച്ച് കുട്ടി കുറച്ചുകൂടെ കൂടുതൽ സീരിയസ് ആയി. അപ്പോൾ ഇവരാരോ പറഞ്ഞു നമുക്ക് അടുത്ത് വേറൊരു ഹോസ്പിറ്റൽ കാരിത്താസിൽ ഇതുപോലുള്ള ഓപ്പറേഷൻ ചെയ്യില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അവർ പറഞ്ഞു ഞാൻ തെള്ളകത്ത് മാതാ ഹോസ്പിറ്റലുണ്ട്, അവിടെ ഒരു നല്ല സർജനും ഡോക്ടറും ഉണ്ട്, അവരുടെ അടുത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അവർ നേരെ മാതാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ അഡ്മിറ്റ് ചെയ്ത ശേഷം കുട്ടി അങ്ങ് ടോട്ടലി വീക്കായി. അവിടെ കിടന്ന ഒരു 3 മാസം 4 മാസത്തോളം ഈ കുട്ടി കഷ്ടപ്പാട് അനുഭവിച്ചു. ഒരു സർജറി, രണ്ടാമത്തെ സർജറി, മൂന്നാമത്തെ സർജറി, അങ്ങനെ ഓപ്പറേഷൻ ആഫ്റ്റർ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. അതിൻ്റെ കുടലിന് ഒരു പരിക്ക് വീണിട്ടുണ്ടായിരുന്നു. അതെപ്പോഴാണ് സംഭവിച്ചതെന്നുള്ളത് കൃത്യമായിട്ട് ഡോക്ടർമാർക്ക് പറയാൻ സാധിക്കുന്നില്ല. പക്ഷേ അതിൻ്റെ കുടലിൻ്റെ ഒരു ഭാഗം പൊട്ടിയിട്ട് അതിനകത്തുനിന്ന് പഴുപ്പ് വന്നിട്ട് ആ പഴുപ്പ് രക്തത്തോട് ചേർന്ന് അങ്ങനെയാണ് അതിന് സെപ്റ്റിക് ആയത്. അപ്പോൾ ആദ്യം അവർ കുടല് ആ ഭാഗം നല്ലപോലെ പഴുത്തിരുന്ന ഭാഗം മുറിച്ച് മാറ്റിയ രണ്ടും കൂടെ ചേർത്ത് ഒട്ടിച്ച് സർജറി ചെയ്ത് കൊടുത്തു. പക്ഷേ അത് നിന്നില്ല. 1 മാസത്തിന് ശേഷം വീണ്ടും അതിന് സെപ്റ്റിക്കായി, വീണ്ടും മുറിച്ച് വെച്ചു. പിന്നെ അവസാനം അങ്ങനെ 3 സർജറി ചെയ്തപ്പോഴേക്കും അതിന് കുടൽ മുറിച്ച് വെക്കാൻ പറ്റില്ല. അപ്പം എല്ലാവരും വന്നു, ആ കുട്ടി സിങ്കിങ് ആയി. ഡോക്ടർമാരാണെങ്കിൽ കുട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ സമ്മതിക്കുന്നില്ല, കുട്ടിയെ കാണാൻ സമ്മതിക്കുന്നില്ല. അതിനോടകം ഈ സംഭവം എന്ന് പറയുന്നത് കാട്ടു തീ പോലെ പടർന്നതൊരു വലിയ സംഭവമായി മാറി. രാഷ്ട്രീയമായിട്ട് വല്ലാത്ത ഇടപെടലുണ്ടായി ഇതിനകത്ത്. പല പല പേരുകൾ കേട്ട് തുടങ്ങി അതിനകത്ത്. മന്ത്രിമാരുടെ മക്കൾ, വളരെ സീനിയറായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കൾ, വളരെ സിനിമാ മേഖലയിലുള്ള പല പല ആൾക്കാരുടെ പേരുകൾ, അങ്ങനെ VIP-മാരുടെ പേരുകളുടെ ഒരു പ്രളയമായിരുന്നു മാധ്യമങ്ങളിലൂടെ വന്നത്. അതിനോടകം തന്നെ ഈ ലതാ നായരെ ഇൻവോൾവ് ആയിട്ടുള്ള വേറൊരു കേസും കൂടെ അപ്പോഴേക്കും പുറത്ത് വന്ന് രജിസ്റ്റർ ചെയ്തിരുന്നുണ്ട്. എറണാകുളം റേഞ്ചല്ല, തിരുവനന്തപുരം റേഞ്ചിലുള്ള പത്തനംതിട്ട ജില്ലയിലെ കവിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു നമ്പൂതിരി കുടുംബത്തിൽപ്പെട്ട അനഘ എന്ന് പറയുന്ന പെൺകുട്ടി, ആ കുട്ടിയും 15 വയസ്സേ ഉള്ളൂ, നല്ലപോലെ നൃത്തം കളിക്കുമായിരുന്നു. അതിമനോഹരിയായിട്ടുള്ള, അതുപോലെ സുന്ദരിയായിട്ടുള്ള, ഈ ശാരിയെ പോലെ തന്നെ വളരെ നൈർമല്യമുള്ള നല്ലൊരു കുട്ടി. ഈ കുട്ടിയും മാത്രമല്ല മരിച്ചത്, ഈ കുട്ടിയും കുട്ടിയുടെ അനിയനും അച്ഛനും അമ്മയും കൂടെ സൂയിസൈഡ് ചെയ്തു. നാരായണ നമ്പൂതിരി അടുത്തൊരു അമ്പലത്തിലെ ശാന്തിയായിരുന്നു. എന്തൊക്കെയോ കഥകൾ ആ ഫാമിലിയെ പറ്റി സ്പ്രെഡ് ചെയ്തു. ലതാ നായരെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു, ലതാ നായർ ഈ കുട്ടിയായിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു എന്നുള്ള കഥകൾ സ്പ്രെഡ് ചെയ്തു. ഈ കുട്ടിയും ഇതുപോലെ സെക്സ് ട്രാഫിക്കിങ്ങിന് വിധേയമായ കുട്ടിയാണെന്നുള്ള നാട്ടുകാർ പറഞ്ഞു. മാധ്യമങ്ങളിലൂടെ അതിൻ്റെ പടം വന്നു, അതിനെക്കുറിച്ച് അപവാദം പറഞ്ഞു തുടങ്ങി. അങ്ങനെ ആ കുട്ടി, അച്ഛനും അമ്മയ്ക്കും ഇത് സഹിക്കാൻ വയ്യാതെ അവർ 4 പേരും കൂടെ സൂയിസൈഡ് ചെയ്യുകയായിരുന്നു. ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ അനഘ വെർജിൻ അല്ല എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്തുണ്ട്. ഈ കുട്ടിയെ സെക്ഷുവലായിട്ട് ആരോ മൊളസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന്. ഇതൊക്കെ ആയപ്പോഴേക്കും കുറച്ചും കൂടെ സംഗതി രണ്ടും കൂടെ കണക്റ്റഡ് ആണ്. ഇതിനകത്ത് അരക്കേടയ്ക്ക് അകത്തും VIPs ഉണ്ട്. സെയിം റാക്കറ്റ് തന്നെയാണ് ഈ 2 പേരെയും ദുരുപയോഗം ചെയ്തതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കഥകൾ പൊടിപ്പും തൊങ്കിലും വെച്ച് ഇങ്ങനെ കഥകൾ വന്നപ്പോൾ ആകപ്പാടെ അങ്ങ് കൺഫ്യൂഷനിലായി. ഇത് CBIയിലേക്ക് ട്രാൻസ്ഫർ ചെയ്താലോ എന്നൊരു ആശയം തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞു അതിന് മുമ്പായിട്ട് എനിക്ക് ആ കുട്ടിയെ ഒന്ന് കണ്ട് സംസാരിക്കണം, കാരണം എനിക്കിതിനെ ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. വളരെ അവശ നിലയിൽ മാതാ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത ശേഷമാണ് നമുക്ക് FIR പോലും ഇടാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ കുട്ടി FIRനകത്ത് ഈ ഗ്യാങ് റേപ്പ് എന്ന് പറയുന്ന 376G എന്ന് പറയുന്ന സെക്ഷൻ, 120B കോൺസ്പിറസി, പിന്നെ അബറ്റ്മെൻറ്റ് എന്നൊക്കെ പറയുന്ന കുറേ സെക്ഷൻസ് ഉണ്ട് അതിനകത്ത്. ഈ കുട്ടിയെ ഇത് കണ്ട് സംസാരിക്കണം എന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഡോക്ടർ പറയുന്നുണ്ട് അതിന് തീരെ അവശ നിലയിലാണ്, പറ്റില്ല എന്ന് പറഞ്ഞ് അവസാനം ഡോക്ടർ എന്നോട് പറഞ്ഞു കുട്ടിയെ കാണണം, കാരണം ഈ കുട്ടി പറയുന്നുണ്ട് എനിക്ക് ആരോടെങ്കിലും സംസാരിക്കണം ഇതിനെപ്പറ്റി എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് അതിൻ്റെ അടുത്ത് ചെന്നിരുന്നു. അത് കോൺഷ്യസ് ആയിരുന്നു, പാവം നല്ല കുട്ടി. അതിൻ്റെ കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ടാണ് ത്രൂ ഔട്ട് 2-2.5 മണിക്കൂറോളം ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തു. ആ കുട്ടിയുടെ മൊഴി മുഴുവൻ റെക്കോർഡ് ചെയ്തു. അപ്പോൾ കുട്ടി എന്നോട് പറഞ്ഞ കാര്യങ്ങൾ അതേപടി ഞാൻ ഈ ഒരുപാട് മീഡിയ വാർത്തകളുണ്ടായിരുന്നതുകൊണ്ട്, മാധ്യമങ്ങളിലൂടെ പല തരത്തിലുള്ള കഥകളുണ്ടായിരുന്നതുകൊണ്ട് ഓരോന്നിനെ പറ്റിയും ഈ കുട്ടിയോട് ചോദിച്ചു, മോളെ ഇന്നയാൾ ചെയ്തിട്ടുണ്ടോ, ഇന്ന വ്യക്തി ചെയ്തിട്ടുണ്ടോ, വേറെ ഇന്നയാളെ കാണിച്ചിട്ടുണ്ടോ. അപ്പോൾ ഈ കുട്ടി ഇതെല്ലാം എന്നോട് വളരെ വീക്കാണെങ്കിലും വ്യക്തമായി പറഞ്ഞു. അത് കോൺഷ്യസ് ആയിരുന്നു, ഫുള്ളി കോൺഷ്യസ് ആയിരുന്നു. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതെൻ്റെ അടുത്ത് പറഞ്ഞ കഥ എന്ന് പറയുന്നത് ലതാ നായരാണ് ഏറ്റവും മുഖ്യമായിട്ട് ഈ കുട്ടിക്ക് വിരോധമുള്ള സ്ത്രീ. കാരണം അത്രയ്ക്ക് അതിനെ പറ്റിച്ചിരുന്നു, പറഞ്ഞ് പറ്റിച്ചിരുന്നു. കൂടാതെ അച്ഛനമ്മമാരോട് ഈ ഗർഭത്തിൻ്റെ കാര്യം പറയരുത് എന്ന് പറഞ്ഞു. ആദ്യമേ അറിഞ്ഞിരുന്നെങ്കിൽ അതെന്തെങ്കിലും ചെയ്യായിരുന്നു. അതിന് ഈ ഒരു അവസ്ഥ വന്നത് അതുകൊണ്ടാണ്. ലതാ നായർ ആ കുട്ടിയുടെ മാല, സ്വർണ്ണ മാല വരെ ഊരി വാങ്ങിച്ചിട്ടുണ്ട്. കുട്ടിയുടെ വയറിങ്ങനെ മുറുക്കെ കെട്ടാൻ പറഞ്ഞിട്ടായിരിക്കണം, വയറിലുള്ള ഈ പ്രഷർ കാരണമായിരിക്കണം കുടലിൻ്റെ പൊട്ടൽ വന്നത് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കുടൽ പൊട്ടാനുള്ള കാരണം അത് ചിലപ്പോൾ എവിടെയെങ്കിലും വയറിടിച്ച് വീണിട്ടുണ്ടാവും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ആഘാതം വയറിൽ ഏറ്റിട്ടുണ്ടാവും, അപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞപ്പോൾ
ഡോക്ടർ തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇനി അച്ഛൻ ചിലപ്പോൾ ഈ കുട്ടിയുടെ പെട്ടെന്ന് ഗർഭം എന്ന് അറിഞ്ഞപ്പോൾ വിഷമം കൊണ്ടെങ്ങാനും അതിനൊരു അടി വല്ലതും കൊടുത്തിട്ടുണ്ടാവുമോ എന്ന് ഒന്ന് അന്വേഷിക്കണേ മാഡം എന്ന് എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്കത് പറയാൻ വലിയ പ്രയാസം. കാരണം ആരാണെങ്കിലും അച്ഛനമ്മമാരാണെങ്കിലും മക്കളെ അങ്ങനെ ഉപദ്രവിക്കുകയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതെനിക്ക് പോലീസിനോട് അന്വേഷിക്കാൻ പറയാൻ എനിക്ക് പ്രയാസമായിരുന്നു. ഞാൻ ആ മോളോട് ചോദിച്ചു ആ സമയം, അതിൻ്റെ കൈ പിടിച്ചിട്ട് ചോദിച്ചു, മോളിത് അച്ഛൻ അറിഞ്ഞപ്പോൾ എന്തുവായിരുന്നു പ്രതികരണം, എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല, അച്ഛൻ എന്നെ ഒന്നും ചെയ്തിട്ടില്ല, ഭയങ്കര കരച്ചിലും സങ്കടമൊക്കെ ആയിരുന്നു, അമ്മയ്ക്കും വലിയ വിഷമമായിരുന്നു. പക്ഷേ ഞാൻ ഈ സാധനങ്ങളൊക്കെ കൂടെ എടുത്ത് ആശുപത്രി പോകണമെന്ന് പറഞ്ഞ് ബഹളമായപ്പോൾ ഞാൻ കരച്ചിലിൻ്റെ ഇടയിൽ കൂടെ കണ്ണീരൊക്കെ താഴെ കിടപ്പുണ്ടായിരുന്നു. ഞാനൊന്ന് തെന്നി വീണായിരുന്നു. അപ്പോൾ ആ സമയത്തെങ്ങാനും ചിലപ്പോൾ പറ്റിയതാണോ, കുടലിൽ പ്രോബ്ലം പറ്റിയതാണോ എന്ന് എനിക്കറിയില്ല മാഡം എന്ന് പറഞ്ഞു ആ കുട്ടി. പക്ഷേ ഈ കുട്ടിയുടെ ഈ കുടലിലെ പ്രോബ്ലം ആ സമയം ഡോക്ടർക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ അതിപ്പോഴും ജീവനോടെ ഇരിക്കുമായിരുന്നു എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർമാരുടെ ഒരു ചെറിയ അനാസ്ഥ ആ കാര്യത്തിലുണ്ടായിരുന്നു. കാരണം ഇത്രയും വേദന എടുത്ത് പെടയുമ്പോൾ മറ്റൊരു ജനറൽ മെഡിസിൻ ഡോക്ടറെയും കൂടെ കൊണ്ട് കാണിക്കുമോ, അതിൻ്റെ ബ്ലഡ് പരിശോധനയ്ക്ക് അയക്കുമോ, ഒന്നും ചെയ്യാതെ അത് ഗർഭസംബന്ധമായ അസുഖം മാത്രമാണ് എന്നുള്ള ഒരു അസംഷനിൽ അവരെത്തിയത് ഒരു കഷ്ടമായി പോയെന്ന് തോന്നുന്നുണ്ട്. അവസാനം കുഞ്ഞിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ഇങ്ങനെ ആലപ്പുഴയിലുള്ള റിസോർട്ടിൽ പോയി 2 പേരെ കണ്ടു എന്ന് പറയുന്നത് ശരിയാണോ? ഇങ്ങനെ ആ റിസോർട്ടിൻ്റെ ഉടമസ്ഥനായിരുന്ന ഒരാൾ പിന്നീട് MLA ഒക്കെ ആയ ഒരാളാണ്. അത് കഴിഞ്ഞ് പിന്നെ ഒരു പ്രമുഖ ചാനലിൻ്റെ ഹെഡായിട്ടിരിക്കുന്ന ആൾ. ഈ 2 പേരെയും കണ്ടു എന്നുള്ളത് ശരിയാണെന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു, അതെ ശരിയാണ്, ഞാൻ കണ്ടു. ഈ 2 പേരെയും എന്നെ ലതാ നായർ കാണിച്ചു. എന്നിട്ട് ഇന്ന ആൾക്കാരാണ്, ഈ സീരിയലിൽ അഭിനയിക്കാനായിട്ട് സാക്ഷൻ തരുന്നത് ഇദ്ദേഹമാണ്, അതിൻ്റെ പ്രൊഡക്ഷൻ ചെയ്യുന്നത് ഇദ്ദേഹമാണെന്ന് 2 പേരെയും പരിചയപ്പെടുത്തി. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ അവരെന്താ ചെയ്തേ, മോളെ മുറിയിൽ വല്ലതും വിളിപ്പിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ലതാ നായരോട് കുറച്ച് പൈസ കൊടുത്തിട്ട് പറഞ്ഞു ഇതിന് വല്ല ടോണിക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ശരീരം ഒന്ന് പുഷ്ടിപ്പെടുത്തും, അത് വളരെ വീക്കായിട്ടിരിക്കുന്നു, അതുകൊണ്ട് നല്ല ശരീരമൊക്കെ നല്ല പുഷ്ടിപ്പെടുത്തി എടുത്തിട്ട് അതിനെ കുറച്ചും കൂടെ ഒന്ന് നന്നാക്കി എടുത്തിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ സിനിമയിൽ അഭിനയിപ്പിക്കണോ സീരിയൽ അഭിനയിപ്പിക്കണോ എന്ന് കൺസിഡർ ചെയ്യാം എന്നുള്ള മട്ടി സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. എനിക്ക് അവിടെ നിന്നൊന്നും കഴിക്കാനും പറ്റിയില്ല, ഭയങ്കരമായിട്ട് ഛർദ്ദിച്ചുകൊണ്ടിരുന്നു. ബോട്ടിലാണ് അങ്ങോട്ട് പോയത്, ബോട്ടിലിരുന്ന് ഛർദ്ദിച്ചുകൊണ്ടിരുന്നു എന്ന് ആ കുട്ടി പറയുകയും ചെയ്തു. പിന്നെ ഞാൻ ഈ കുട്ടിക്ക് അനഘ എന്ന് പറയുന്ന കുട്ടിയെക്കുറിച്ച് അറിയാമോ എന്ന് ചോദിച്ചു. അറിയില്ല, ഈ കുട്ടിയാണോ ആ കുട്ടിയാണോ എന്നൊക്കെ എന്നോട് ചോദിച്ചു. പക്ഷേ അതിന് ക്ലിയർ ആയിട്ടൊരു ഐഡിയയും ഇല്ല. ലതാ നായർക്ക് ഒരുപാട് പെൺകുട്ടികളുമായിട്ട് ഈ കുട്ടിയെ പരിചയപ്പെടുത്തി, പക്ഷേ അതിനകത്ത് അനഘ എന്ന് പേരുള്ളൊരു കുട്ടി ഉണ്ടായിരുന്നതായിട്ട് ശാരിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞു. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ മോളെ ഒരു ജുഡീഷ്യൽ ഓഫീസറും കൂടെ വന്ന് മോളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ, ഒരു വനിതാ ഒരു മജിസ്ട്രേറ്റ് വന്ന് മോളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്, കുഴപ്പമുണ്ടോ? അപ്പോൾ ഇല്ല ആൻറ്റി, എനിക്ക് പറ്റുന്ന പോലെ ഞാൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 ദിവസത്തിനകം തന്നെ ഞാനൊരു ലേഡി മജിസ്ട്രേറ്റിനെ വിളിച്ചുകൊണ്ട് വന്ന് ഒരു ഒഫീഷ്യലായിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ കുട്ടിയുടെ, അത് പിന്നീട് ഡൈയിങ് ഡിക്ലറേഷൻ എന്നുള്ള രീതിയിലാണ് അത് കണക്കാക്കപ്പെട്ടത്. അപ്പോഴേക്കും അത് ആ സമയത്ത് കുറച്ചും കൂടെ അത് വീക്കായിരുന്നു, സിങ്കിങ് സ്റ്റേജിലായിരുന്നു. പക്ഷേ ആ മജിസ്ട്രേറ്റ് അത് മുഴുവൻ റെക്കോർഡ് ചെയ്തു. അതിനുശേഷം കുട്ടി പെട്ടെന്ന് വീണ്ടും വഷളായപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഈ കുട്ടിയെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ നമുക്ക്. അവിടെ ആകുമ്പോൾ എങ്ങനെ കൊണ്ടുപോകും, ആംബുലൻസ് കയറ്റി കൊണ്ടുപോകുമ്പോൾ അത്രയും സപ്പോർട്ട്, ലൈഫ് സപ്പോർട്ടിൽ കിടക്കുകയാണ് ആ കുട്ടി, വെന്റിലേറ്ററും അതുമൊക്കെ വെച്ച് കിടക്കുകയാണ്. അപ്പോൾ എത്രയും ദൂരം എങ്ങനെ ചെയ്യുന്നു, ഇപ്പോൾ ഹെലികോപ്റ്റർ അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അമൃതയിലോട്ട് ഹെലികോപ്റ്റർ അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞാൽ ട്രിവാൻഡ്രത്തോട്ട് ഹെലികോപ്റ്റർ അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെയൊക്കെ ഇടയിലൂടെ ഈ കുട്ടി പെട്ടെന്ന് മരിക്കുകയായിരുന്നു. ലതാ നായർ ആ സമയം ഒളിവിലായിരുന്നു, ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അവരിങ്ങനെ പല സ്ഥലത്ത് ഒളിവിൽ താമസിച്ചു. അവസാനം കോടതിയിൽ സറണ്ടർ ചെയ്തിട്ടാണ് അവരെ പിടിച്ചുകൊണ്ട് വരാൻ പറ്റിയത്. ബാക്കി 4 പേരെയും 5 പേരെയും ഞങ്ങൾ അറസ്റ്റ് ചെയ്തിരുന്നു, ഓമനെ കുട്ടിയെയും അറസ്റ്റ് ചെയ്തിരുന്നു. ലതാ നായർ മാത്രം ഒളിവിൽ പോയിട്ട് പിന്നെ കോടതിയിൽ പോയി സറണ്ടർ ചെയ്യുമായിരുന്നു. അപ്പം ശാരി എന്നോട് ചോദിച്ചത്, അവരെ അറസ്റ്റ് ചെയ്യണേ, അവരെ പ്ലീസ് അറസ്റ്റ് ചെയ്യണേ, അവരെ ജയിലിൽ നിന്ന് പുറത്ത് വിടല്ലേ മാഡം, അവരെ അറസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് വേണ്ടി 2 അടി കൊടുക്കണം, എന്നിട്ട് ചോദിക്കണം എന്തിനാണ് ഈ പാവത്തിന് എത്ര ദ്രോഹിച്ചത് എന്ന് അവരോട് ചോദിക്കണം, ചോദിക്കൂലേ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ആ ഒരു സംഭവം ഓർക്കുമ്പോൾ ഇപ്പോഴും മനസ്സിലിങ്ങനെ വിങ്ങലാണ്, എൻ്റെ കണ്ണിപ്പോഴും നിറയാറുണ്ട്. ആ കുട്ടിയുടെ ആ മുഖവും ആ ഭാവവും ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദയ തോന്നുമായിരുന്നു. ഞാനും കരഞ്ഞുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് തിരിച്ചിറങ്ങി വന്നത്. പിന്നെ അത് മുഴുവൻ ഞാനിരുന്ന് പിന്നീട് എഴുതുമ്പോഴുമൊക്കെ എനിക്ക് വലിയ വിഷമമായിരുന്നു. അതിന് ശേഷം പിന്നീട് ഞാൻ ഈ ലതാ നായർ അറസ്റ്റ് ചെയ്ത് പിടിച്ചു കൊണ്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇവരെ ഒറ്റയ്ക്ക് കിട്ടണം എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ക്യാമ്പ് ഓഫീസിൽ കൊണ്ടുപോയിട്ട് അവരെടുത്ത് ചോദിച്ചിട്ട് എന്തിനാടി ഇത് ചെയ്തതെന്ന് ചോദിച്ചോണ്ട് ഞാൻ ഒറ്റ അടി അവരുടെ കവിള കനക്കുട്ടിക്ക് നോക്കി കൊടുത്തു. അപ്പോൾ അവരൊരു സ്റ്റൂളിലിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ എണീറ്റ് നിന്നാണ് അടിച്ചത്. അപ്പോൾ ആ സ്റ്റൂളിൽ നിന്ന് അവർ മറിഞ്ഞ് വീണ് താഴേക്ക് വീണിട്ട് അവർ നെഞ്ചും പിടിച്ചുകൊണ്ട് ഇങ്ങനെ അഭിനയമാണെന്ന് തോന്നുന്നത് കിടന്ന് ഇങ്ങനെ പെടയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പേടിച്ചു, ഞാൻ ചോദിച്ചു കാർഡിയാക് അറസ്റ്റ് വല്ലതും വന്നായിരുന്നു, നല്ല വണ്ണമുള്ള സ്ത്രീ.
അടി കൊണ്ട് ഇനിയിപ്പോൾ അവർക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പേ അവരുടെ അടുത്ത് പറഞ്ഞു എനിക്ക് ഹാർട്ട് പ്രോബ്ലം ഒക്കെ ഉള്ള ആളാണ് മാഡം, ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നെ ഉപദ്രവിക്കില്ല എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും എനിക്ക് അവരെ അടിക്കണമെന്ന് തോന്നി, കാരണം ഞാൻ ശാരിക്ക് കൊടുത്ത വാക്കാണ്. പക്ഷേ എനിക്ക് 2 അടി കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളതിൻ്റെ വിഷമം ഇപ്പോഴും ഉണ്ട്. 1 അടിയേ കൊടുക്കാൻ പറ്റിയുള്ളൂ. അവർ കിടന്ന് ഇങ്ങനെ പെടയുന്ന കണ്ടപ്പോൾ ഞാൻ ഉടനെ പോലീസുകാരെയൊക്കെ വിളിച്ചിട്ട് തൊട്ടടുത്തുള്ള കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലോട്ട് അവരെ കൊണ്ടുപോയി. അവർ അഡ്മിറ്റ് ചെയ്ത്, അവർ ഒന്നും പറയില്ല. അവർ പറഞ്ഞാൽ എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ അഡ്മിറ്റ് ചെയ്ത് പിന്നെ അവരെ കോടതി പ്രൊഡ്യൂസ് ചെയ്യാൻ സമയമായതുകൊണ്ട് കോടതിയിലോട്ട് കൊണ്ടുപോവുകയായിരുന്നു ചെയ്തത്. ആ മോള് മരിച്ചതിന് ശേഷം ഉടൻ തന്നെ CBIക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് DGP എഴുതി കൊടുത്ത ശേഷം കുറച്ച് നാളുകൾക്ക് ശേഷമാണ് അത് ഓർഡർ ആയത്. അപ്പോൾ ഓർഡറായി CBI വന്നത് ടേക്ക് ഓവർ ചെയ്തുകൊണ്ട് പോയി. പക്ഷേ അതിനുശേഷവും വിവാദങ്ങൾ ഒട്ടും കെട്ടടങ്ങിയില്ല. VIP കണ്ടുപിടിക്കാൻ പറ്റിയില്ല, ഇതിനകത്ത് മറ്റാൾക്കാർ ഇൻവോൾവ് ആണ്, രാഷ്ട്രീയമായിട്ടുള്ള ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഈ കഥകൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ പറയുന്നതെല്ലാം കള്ളമാണ്, ഞാൻ എഴുതിയതെല്ലാം കള്ളമാണ്, ഇതിനകത്ത് ഈ കുട്ടിയെ പീഡിപ്പിച്ചതിൽ വേറെ ആൾക്കാരുണ്ട്, ഈ കുട്ടിയുടെ അച്ഛൻ ശരിക്കും ഇതാണ്, DNA പരിശോധന. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളതിൻ്റെ 4-5 പ്രതികളുടെയും DNA എടുത്ത് കുട്ടിയുമായിട്ട് കുഞ്ഞു ഭാവിയുമായിട്ട് പരിശോധിച്ച് നോക്കിയപ്പോൾ അതിനകത്ത് പ്രവീൺ എന്ന് പറയുന്ന പയ്യനാണ് ഈ കുട്ടിയുടെ അച്ഛൻ എന്ന് തെളിഞ്ഞായിരുന്നു. ആ DNA പരിശോധന റിപ്പോർട്ടും ഉണ്ട്. കേസിന് വളരെ സഹായകരമാകുന്ന കാര്യമായിരുന്നു. അവസാനം പ്രവീൺ കോടതിയിൽ പറഞ്ഞു ഞാനും ശാരിയും തമ്മിൽ കുറേ വർഷത്തെ പ്രണയമായിരുന്നു, ഇവരാരും ഇൻവോൾവ് അല്ല, ഞാൻ അവളെ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞു എന്നൊരു കടലാസൊക്കെ എടുത്ത് കാണിച്ചു. അതായത് ശാരിയുടെ അച്ഛനമ്മമാരും പ്രവീണിൻ്റെ അച്ഛനമ്മമാരും തമ്മിൽ എഴുതിയ എന്തോ ഒരു ധാരണാപത്രമാണ്. ശാരിയുടെ പേരിൽ 5 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്യാമെന്നും ശാരിയെ കുഞ്ഞിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാമെന്നും ശാരിക്ക് 18 വയസ്സാകുമ്പോൾ ഞാൻ ഭാര്യയാക്കാമെന്നും ഒക്കെ പറഞ്ഞ് എഴുതിയ ഒരു ധാരണാപത്രം എല്ലാവരും ഒപ്പും വെച്ചിട്ടുണ്ട്. അതിനകത്ത് ലതാനായർ അടക്കം എല്ലാവരും ഒപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങളെ ആകെ കുഴച്ചായിരുന്നു. അത് ഞങ്ങൾ വെച്ചാൽ എന്താ ഇങ്ങനെ ഒരു ധാരണാപത്രം. സുരേന്ദ്രൻ എന്ന് പറയുന്ന ശാരിയുടെ അച്ഛൻ പറഞ്ഞത് അത് അവൾ പ്രസവിച്ച് ആശുപത്രി കിടക്കുമ്പോൾ ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്, കഥ എന്താണ്, കാര്യമായിട്ട് എന്താ നടന്നത് ഒന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പം ഇതിനകത്ത് ലതാനായർ പറഞ്ഞു പ്രവീൺ എന്നുള്ളൊരു വ്യക്തിയും ശാരിയും തമ്മിൽ ഈ ഷൂട്ടിങ്ങിൻ്റെയൊക്കെ ഇടയിൽ കൂടെ അവർ തമ്മിൽ പ്രണയമായി, അവർ തമ്മിൽ ബന്ധപ്പെട്ടുണ്ടായ ഗർഭമാണ് എന്നുള്ള മറ്റും ഞങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ട്, എന്നാൽ അയാളാണല്ലോ ഇതിൻ്റെ ഉത്തരവാദി, അപ്പോൾ അവൻ കല്യാണം കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനിതിന് സമ്മതിച്ചത് എന്നൊക്കെയുള്ള രീതിയിൽ അയാൾ പറഞ്ഞു. പക്ഷേ അത് പിന്നീട് അവർക്ക് മനസ്സിലായി ഇതങ്ങനെ അല്ല, സംഗതി അങ്ങനെയല്ല എന്ന് മനസ്സിലായിട്ട് പിന്നെ അവരത് പോലീസിൻ്റെ അടുത്ത് പറഞ്ഞ് കേസെടുത്തതിന് പൂർണ്ണമായിട്ട് സഹകരിച്ചായിരുന്നു. അപ്പോൾ ശാരി മരിച്ച ശേഷം ഞാൻ പോസ്റ്റ്മോർട്ടം നടത്തുന്ന സമയം എനിക്ക് മനസ്സിലിങ്ങനെ ഒരു വിങ്ങലുള്ളതുകൊണ്ട് ഞാനും കൂടെ കയറി ഡോക്ടർമാരോട് ചോദിക്കാനായിട്ട്. കാരണം എന്തോ പോയിസൺ ഉണ്ടോ, ഈ കുട്ടിയെ മനഃപൂർവ്വം കരുതിക്കുട്ടി ആരെങ്കിലും കൊല്ലാൻ വേണ്ടി ചെയ്തതാണോ, എന്തെങ്കിലും ഇനിയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൂടുതൽ എവിഡൻസ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഞാനും കൂടെ കയറി നിന്ന് പോസ്റ്റ്മോർട്ടത്തിൻ്റെ എൻ്റെ പ്രൊസീജിയർ ഞാൻ കണ്ടു നേരിട്ട്. ആ കുട്ടി പാവം മഞ്ഞളിച്ച് കിടക്കുന്നതായി, കാരണം അതിന് അവസാനത്തെ സ്റ്റേജിൽ മഞ്ഞപ്പിത്തവും കൂടെ ബാധിച്ചു. അപ്പം ശരീരം മുഴുവൻ മഞ്ഞ നിറത്തിലിങ്ങനെ ഓട്ടോപ്സി ടേബിളിൻ്റെ മുകളിൽ കിടക്കുന്നതും അതിൻ്റെ ഓരോ ഭാഗമായിട്ട് എടുക്കുമ്പോഴും ഡോക്ടർമാർ പറയുന്നതും അതിൻ്റെ കുടലിൻ്റെ ആ ഇല്ലാത്ത ഭാഗങ്ങളൊക്കെ എന്നെ കാണിച്ചു തരുന്നതും എല്ലാം പറഞ്ഞു. അതിൻ്റെ കാര്യങ്ങളെല്ലാം വിശദമാക്കിയ ശേഷം ഡോക്ടർ പറഞ്ഞു ഇതിന് കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ടും കൂടെ കിട്ടിയാലേ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ പോയിസണിൻ്റെ യാതൊരു ലക്ഷണങ്ങളും അതിൻ്റെ ശരീരത്തിൽ കണ്ടില്ല. കുപ്രസ് ഓക്സൈഡോ എന്ന് പറയുന്നതിൻ്റെ ഒരു അധികമായിട്ടുള്ളത് ഈ മെഡിസിൻസ് ഒരുപാട് ശരീരത്തിൽ കയറ്റുമ്പോൾ, ട്രിപ്പ് ഒരുപാട് കയറ്റുമ്പോഴും ഭക്ഷണത്തിൻ്റെ കുറവ് വരുമ്പോഴും കാണുന്നതാണ്. അത് പോയിസണായിട്ടൊന്നും ഭവിക്കില്ല. പിന്നെ അതുപോലെ ഈ സെപ്റ്റിസീമിയ എന്ന് പറയുന്നത് കയറി വരുമ്പോഴേക്കും എല്ലാവർക്കും ജോണ്ടിസ് വരും. അങ്ങനെ വന്ന ജോണ്ടിസാണ്, അല്ലാതെ അതിനെ ലതാനായർ കുടിപ്പിച്ചു എന്ന് പറഞ്ഞ അരിഷ്ടമോ ലേഹ്യമോ ഒന്നും അതിന് കുഴപ്പമൊന്നും ചെയ്തതായിട്ട് തോന്നുന്നില്ല. കുഞ്ഞ് ഹെൽത്തി ആണല്ലോ, കുഞ്ഞിന് വേറൊരു കുഴപ്പവും ഇല്ലല്ലോ. അതുകൊണ്ട് അതിൻ്റെ ആ കുടലിലേറ്റ പരിക്ക് കൊണ്ട് മാത്രമാണ് ഈ കുട്ടിക്ക് മരിക്കാൻ ഇടവന്നതെന്നുള്ളൊരു അസംഷനിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാരും എത്തുകയും പിന്നെ അവസാനം കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ടിലും വിഷത്തിൻ്റെ അംശമൊന്നും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. കിളിരൂർ കേസും കവിയൂർ കേസും തമ്മിൽ ഭയങ്കര കൺഫ്യൂഷനാണ് എല്ലാവർക്കും. അതുകൊണ്ട് പല ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് കവിയൂർ കേസിലെ കുട്ടിയും കിളിരൂർ കേസിലെ കുട്ടിയും ഒന്നാണ് എന്നാണ്. രണ്ടും സെപ്പറേറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കേസുകളാണ്. 2 കേസുകളും CBIക്ക് മാറി. പക്ഷേ കവിയൂർ കേസ് ഞാനോ എൻ്റെ നേതൃത്വത്തിലുള്ള ടീമോ അന്വേഷിച്ചിട്ടില്ല. കിളിരൂർ കേസ് മാത്രമാണ്, അതായത് കോട്ടയം ജില്ല എറണാകുളം റേഞ്ചിൻ്റെ കീഴിലായതുകൊണ്ട് അത് മാത്രമാണ് ഞാൻ അന്വേഷിച്ചത്. അത് അന്വേഷിച്ച് ഇത്രയുമൊക്കെ ആയി പ്രതികളെ അറസ്റ്റ് ചെയ്ത് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടാണ് CBIക്ക് കേസ് ഫയൽ ഹാൻഡ് ഓവർ ചെയ്യുന്നത്. കവിയൂർ കേസിൻ്റെ അന്വേഷണം നടക്കുന്നതിനിടയിൽ എന്നോട് DGP ഒരു ദിവസം പറഞ്ഞു ശ്രീലേഖ ഒന്ന് ഈ കവിയൂർ കേസും കൂടെ ഒന്ന് നോക്കൂ, കാരണം ഇതിനകത്ത് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്, പല കാര്യങ്ങൾ കേൾക്കുന്നു. ആദ്യം പറഞ്ഞു ഈ കുട്ടിയെ പീഡനം നടന്നിട്ടില്ല, അത് വെർജിൻ ആണെന്ന് പറഞ്ഞു. പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു അതിന് പീഡനം നടന്നിട്ടുണ്ടെന്ന്. പിന്നെ പറയുന്നു ഈ കുട്ടിയുടെ അച്ഛൻ എന്തോ താന്ത്രിക രീതിയിലൊക്കെ പൂജ ചെയ്യുന്ന ആളാണ്, അപ്പോൾ അയാളുമാണ് ഈ കുട്ടിയെ ഉപദ്രവിച്ചത് എന്നുള്ള രീതിയിൽ കഥകൾ വരുന്നുണ്ട്. പിന്നെ അതിനകത്തും ഇതുപോലെ VIP മാരുടെ പേര് കേൾക്കുന്നുണ്ട്.
എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ കേസും കൂടെ ഒന്ന്, കൂടാതെ ഒരു അക്യൂസ്ഡ് ഉണ്ടല്ലോ, ലതാ നായർ രണ്ടിലും കോമൺ അക്യൂസ്ഡ് ആണ്. അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഒരു സബ് ഇൻസ്പെക്ടർ അദ്ദേഹവും ഒരു ടീമുമായിട്ട് ഫയലുകളുമായിട്ട് ഒരു ദിവസം എൻ്റെ അടുത്ത് വന്ന് ഞാൻ ആ കവിയൂർ കേസിലെ ഫയൽ വായിച്ച് നോക്കി, പരിശോധിച്ചു. അതെനിക്ക് ഓർമ്മയുണ്ട്. അല്ലാതെ ഞാൻ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നേരിട്ടെടുക്കുകയോ അതിനകത്ത് എന്തെങ്കിലും ഡയറക്ഷൻ കൊടുക്കുകയോ അക്യൂസ്ഡ് ആരായിരിക്കുമെന്ന് സംശയിക്കുകയൊന്നും ചെയ്തില്ല. ഞാനത് വെറുതെ നോക്കിയത്. ഇതിനകത്ത് ലതാ നായർ എന്നൊരു അക്യൂസ്ഡ് ഈ കുട്ടിയെ കൊണ്ട് പല സ്ഥലത്തും കൊണ്ടുപോയി എന്നുള്ളത് അറിയാം. പക്ഷേ ഇതിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആത്മഹത്യയുടെ കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഈ കുട്ടിയെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചത് ആരാണെന്നുള്ളതിന് യാതൊരു തെളിവുമില്ല. അപ്പോൾ അവിടെയുള്ള സകല റെക്കോർഡുകളും രേഖകളും നോക്കി അവിടെയുള്ള ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ ചോദ്യം ചെയ്തു, അമ്പലത്തിലെ സ്റ്റാഫിനെ ചോദ്യം ചെയ്തു, നാട്ടുകാരെ ചോദ്യം ചെയ്തു. അങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാരെ ചോദ്യം ചെയ്തിട്ടും അതിനെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടൊരു വിവരം അതിനകത്തില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റിയത്. പക്ഷേ വേറൊരു സംഭവം പിന്നീട് നടന്നത് അതിനെ അയക്കുകയും അതിനകത്ത് ഇന്ന VIP ഇന്ന VIP എന്ന് പറഞ്ഞ് എഴുതുകയൊക്കെ ചെയ്ത ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് അത് കേസ് CBIക്ക് മാറിക്കഴിഞ്ഞിട്ട് CBI ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞിട്ട് ബസന്ത് സാറ് അത് കിളിരൂർ കേസിലെ കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും എന്ന് വിചാരിച്ച് അതെനിക്ക് മാർഗ് ചെയ്ത് തന്നു. ലെറ്റർ നോക്കിയപ്പോൾ അതിനകത്ത് ഷാരി എന്നല്ല പറഞ്ഞിരിക്കുന്നത്, അനഘ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അനഘയുടെ കൂടെ പഠിച്ച കുട്ടിയാണ് എന്നുള്ള മട്ടിലാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിനകത്തും കത്തിനകത്തും ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ്. കാരണം കോട്ടയത്തെ സ്കൂളിൽ പഠിച്ചു, അനഘയുടെ കൂടെ പഠിച്ചു എന്ന് പറയുന്നുണ്ട്. പിന്നീട് പീഡിപ്പിച്ചതിൻ്റെ കിളിരൂർ കേസിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എഴുതിയിരിക്കുന്ന വ്യക്തി ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ്. ശ്രീകുമാരി എന്നുള്ള പേരും അഡ്രസ്സും ഉണ്ടെങ്കിലും ഞങ്ങൾ പോയി അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു വ്യാജ അഡ്രസ്സാണ്, അങ്ങനെ ഒരു കുട്ടിയില്ല. സ്കൂളിൽ പോയി അനഘയുടെയും ഷാരിയുടെയും സ്കൂളിൽ പോയി ആ കുട്ടിയുടെ കൂടെ പഠിച്ച ആൾക്കാരുടെ എല്ലാവരുടെയും പേരെടുത്ത് നോക്കിയപ്പോൾ ശ്രീകുമാരി എന്ന് പേരുള്ളൊരു കുട്ടി ഇവിടെ രണ്ടുപേരുടെയും കൂടെ പഠിച്ചിട്ടില്ല. സ്കൂളിൽ വേറെ ശ്രീകുമാരിമാരുണ്ടായിരുന്നു, 2-3 പേരെയൊക്കെ ഞങ്ങൾ ചോദിച്ചപ്പോൾ അവരാരുമല്ല ഈ കത്ത് അയച്ചതെന്ന് പറഞ്ഞു. അങ്ങനെ ഇതൊരു വ്യാജ കത്തായിരുന്നു, ഒരു സ്യൂഡോണിമസ് കത്തായിരുന്നു. ചുമ്മാ ഒരു വിവാദം വീണ്ടും കുത്തിപ്പൊക്കാൻ വേണ്ടിയിട്ട് ഇത് ലൈവായിട്ട് നിർത്താൻ വേണ്ടി ഏതോ ഒരു കുബുദ്ധി, പലരും അങ്ങനെ ചെയ്യുമല്ലോ, എഴുതിയ കത്താണ്. അത് പത്രത്തിലൂടെ പ്രശസ്തി നേടുകയും അതിനെക്കുറിച്ച് വലിയ വിവാദങ്ങൾ ഉണ്ടാവുകയും അത് പ്രോപ്പറായിട്ട് അന്വേഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് അത് വലിയ പ്രശ്നമാവുകയൊക്കെ ചെയ്തു. കിളിരൂർ കേസിനകത്ത് ഒരു CBI കേസിലെ വിറ്റ്നസ്സായിട്ട് ഞാൻ പിന്നീട് കോടതിയിൽ പോയി ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. അത് മൂസത്ത് സാർ എന്ന് പറഞ്ഞൊരു CBI തിരുവനന്തപുരം കോടതിയിൽ. അപ്പോൾ തിരുവനന്തപുരം യൂണിറ്റ് വന്നതിന് ശേഷം CBIക്ക് തിരുവനന്തപുരത്തും കൂടെ ഒരു കോടതി ഉണ്ടായി. അപ്പോൾ അത് സ്പെഷ്യൽ ക്രൈം യൂണിറ്റാണ് തിരുവനന്തപുരത്ത് വന്നത്. ആ സ്പെഷ്യൽ ക്രൈം യൂണിറ്റാണ് കിളിരൂർ കേസും കവിയൂർ കേസും ഒക്കെ അന്വേഷിച്ചത്. അപ്പോൾ അതിലെ ജഡ്ജി അദ്ദേഹം വളരെ നല്ല ഒരു ജഡ്ജിയായിരുന്നു. പബ്ലിക്കായിട്ടുള്ള ട്രയലായിരുന്നു. അക്യൂസിൻ്റെ വക്കീലന്മാരെല്ലാവരും വല്ലാത്ത ചോദ്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ പക്ഷേ വളരെ ഉറച്ചു നിന്ന് ഞാൻ ഇൻവെസ്റ്റിഗേഷനകത്ത് കണ്ട കാര്യങ്ങളൊക്കെ വളരെ ക്ലിയറായിട്ട് പറഞ്ഞു. ഷാരിയുടെ മൊഴി എടുത്ത കാര്യമാണ് കൂടുതലായിട്ട് ഞാൻ ഊന്നി സംസാരിച്ചത്. 7ാം പ്രതിയെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും ശിക്ഷിക്കുകയായിരുന്നു ചെയ്തത്. പിന്നെ തോമന എന്ന് പറയുന്ന കുട്ടിയുടെ വല്യമ്മ ശ്രീദേവിയുടെ ചേച്ചി അവർ അപ്രൂവറായി മാറി. ബാക്കി 5 പ്രതികളെയും ശിക്ഷിക്കുകയായിരുന്നു. ലതാ നായർ അബറ്റ്മെൻറ്റിൻ്റെ കുറ്റത്തിന് ശിക്ഷിച്ചു. ബാക്കി 4 പ്രതികളെ റേപ്പിനും മറ്റുമായിട്ട് ശിക്ഷിച്ചു. 8 വർഷത്തിന് ശേഷമാണ് കോടതി ശിക്ഷിക്കുന്നത്. പക്ഷേ ഏറ്റവും സങ്കടകരമായിട്ടുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ 6 മാസം പോലും ഇവർ ജയിലിൽ കിടന്നില്ല. 10 വർഷത്തെ ഇംപ്രിസൺമെൻറ്റാണ് ഇവരെ 5 പ്രതികൾക്കും കൊടുത്തത്. CBIയുടെ അന്വേഷണം നടന്നപ്പോൾ ഞാൻ അന്വേഷിച്ചതിൽ നിന്ന് ഒരു കടുകുമണിയുടെ വ്യത്യാസം പോലും അവർക്ക് കണ്ടുപിടിക്കാനായില്ല. അതേ രീതിയിൽ തന്നെയാണ് അവർ ചാർജ് ഷീറ്റ് ചെയ്തതും അവസാനം. കാരണം അവർക്കും ഇതുപോലുള്ള VIP-മാരോ അതുപോലെ വേറെ ഏതെങ്കിലും ഇൻവോൾവ്മെൻറ്റോ കുട്ടിയെ കരുതിക്കുട്ടി കൊലപാതകം ചെയ്തതാണെന്നുള്ള മട്ടിലൊന്നും തെളിയിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ടീമിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ അതുപോലെ CBI കണ്ടെത്തുകയായിരുന്നു എന്നുള്ളത് എനിക്ക് കുറച്ചല്ല ചാരിതാർത്ഥ്യം തന്നിട്ടുള്ളത്. പക്ഷേ എനിക്ക് ഏറ്റവും വിഷമം തോന്നിയ കാര്യം ഇതാണ്, ഈ ശിക്ഷ കഴിഞ്ഞതിന് ശേഷം അത് നമ്മൾ വലിയ നല്ലതായിട്ട് ആ കിളിരൂർ കേസിലെ പ്രതികൾക്ക് ശിക്ഷ കിട്ടി. പക്ഷേ ശരിക്കുള്ള പ്രതികളല്ല ശിക്ഷിക്കപ്പെട്ടത്, VIPസിനെ ശിക്ഷിച്ചില്ല എന്നുള്ള മട്ടിൽ വീണ്ടും പത്രങ്ങളിൽ പോയപ്പോൾ 6 മാസത്തിനകം ഹൈക്കോടതിയിൽ ഇവർ അപ്പീൽ കൊടുത്തിട്ട് എനിക്കൊന്ന് ഒക്ടോബർ മാസവും മറ്റോ ആയപ്പോൾ, നവംബർ മാസം ആയപ്പോഴേക്കും എല്ലാ പ്രതികളെയും ഹൈക്കോടതി വെറുതെ വിട്ടു. അതിനെതിരെ അപ്പീൽ പോയോ എന്നുള്ള കാര്യം ഇപ്പോഴും എനിക്ക് അറിയില്ല. കാരണം ഞാൻ അതിനെപ്പറ്റി പിന്നീട് കൂടുതലായിട്ട് അന്വേഷിച്ചില്ല. ഷാരിയുടെ അച്ഛനമ്മമാർക്ക് വേണ്ടിയിട്ട് പല വട്ടം ഹൈക്കോടതിയിൽ കേസുകൾ കൊടുത്തു. CBI അന്വേഷണം തൃപ്തികരമല്ല, അതിനകത്ത് VIPസിനെ ഇൻവോൾവ് ചെയ്തിട്ടില്ല. കവിയൂർ കേസ് തീർക്കുന്നതിന് മുമ്പായിട്ട് CBI കേസ് തീർക്കാൻ പാടില്ല, രണ്ടും റിലേറ്റഡ് ആണ്, ഇതിനകത്ത് മോളെ ശരിക്കും കൊന്നതാണ് എന്നൊക്കെ, ഡോക്ടർമാർക്കെതിരെ കേസെടുക്കണം എന്നൊക്കെയുള്ള പല പരാതികൾ ഷാരിയുടെ അച്ഛനമ്മമാരെ പലരും ചേർന്ന് പ്രകോപിപ്പിച്ച് ചെയ്തതാണെന്നാണ് തോന്നുന്നത്. ഇത് രാഷ്ട്രീയമായിട്ട് ഇങ്ങനെ കത്തി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമായിരുന്നു. ഹൈക്കോടതി അത് 2012 തന്നെ അതെല്ലാം ഒന്നും നിൽക്കുന്നതല്ല, ഒന്നിനകത്തും സാധുതയില്ല എന്ന് പറഞ്ഞ് എല്ലാം കൂടെ തള്ളിയതാണ്. പക്ഷേ ആ
തള്ളിയതിനെതിരെ വലിയ വാർത്ത ഉണ്ടായപ്പോൾ ഈ പ്രതികളെ ശിക്ഷിച്ച പ്രതികളെ ഹൈക്കോടതി വെറുതെ വിട്ടപ്പോൾ കാര്യമായി ഒരു വാർത്തയും പത്രത്തിൽ വന്നില്ല എന്നുള്ളതാണ് കഷ്ടം. അതുകൊണ്ട് ഈ കുറ്റം ചെയ്ത 5 പ്രതികളും അവർ ഒരു 5 മാസത്തിന് താഴെ മാത്രമേ ജയിലിൽ കിടന്നിട്ടുള്ളൂ. ഞാൻ ജയിൽ DGP ആയിട്ട് പോകുമ്പോൾ ഈ ഷാരി മരിച്ച കേസിലെ പ്രതികൾ എൻ്റെ കീഴിലുണ്ടെങ്കിൽ അപ്പോഴെങ്കിലും ലതാ നായർക്കിട്ടൊരു തല്ല് കൊടുക്കണം, രണ്ടാമത്തെ തല്ല് ഞാൻ കരുതി വെച്ചിരുന്നതെന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് അറിയുന്നത് ഇവർക്ക് 6 മാസത്തിനകം ഹൈക്കോടതി വരെ അപ്പീലിൻ്റെ ബേസിസിൽ ജാമ്യം കൊടുത്ത് വിട്ടു എന്നുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള കേസുകൾ നടക്കുമ്പോൾ, നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെ പീഡിക്കപ്പെട്ട കുട്ടികളുടെ കേസുകൾ നടക്കുമ്പോൾ കൊട്ടിഘോഷിച്ച് വലിയ വാർത്തകളാക്കി അത് മുഴുവനും പൊടിപ്പും തൊങ്കലും വെച്ച് ഗോസിപ്പ് ആഫ്റ്റർ ഗോസിപ്പ് ഇറക്കി വലിയ വിവാദങ്ങളൊക്കെ സൃഷ്ടിക്കാനായിട്ട് മിടുക്കരാണ് നമ്മുടെ പത്രക്കാരും ജനങ്ങളും എല്ലാം. അതിനകത്ത് ആളുകൾ ചേർന്ന് അതുണ്ട് ഇതുണ്ട് എന്ന് പറയും, രാഷ്ട്രീയമായിട്ട് ഇതുണ്ട്, VIP മറ്റൊന്നൊക്കെ പറയും. പക്ഷേ അവസാനം ശരിക്കുള്ള യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെടുമ്പോഴും അതുപോലെ അവർ അപ്പീലിൽ കുറ്റവിമുക്തരായിട്ട് പോകുമ്പോഴും ഒന്നും ഒരക്ഷരം മിണ്ടില്ല. അപ്പോൾ ഇത് കാണിക്കുന്നത് എന്താണ്? നമ്മുടെ സമൂഹം എങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോഴും കിളിരൂർ കേസ് എന്ന് പറയുമ്പോൾ എനിക്ക് വിഷമമാണ്. കാരണം ഞാനത് നേരിട്ട് കണ്ടിട്ടുള്ളത്, അനുഭവിച്ചിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും ഷാരിയുടെ മാതാപിതാക്കളും കുട്ടിയും ഇത് അനുഭവിക്കുന്നുണ്ടാവും. പക്ഷേ ഇതൊന്നും ജനങ്ങൾക്ക് വലിയ കാര്യമായിട്ടുള്ള സംഗതിയേ അല്ല, വിവാദത്തിന് വേണ്ടി പറയുമെന്ന് മാത്രം. സസ്നേഹം, ശ്രീലേഖ.